സർപ്പങ്ങളെ കാണാറുണ്ട്, പാമ്പുകളെ, ഇഴജന്തുക്കളെ ഒക്കെ നമ്മൾ കാണാറുണ്ട്. അത്തരത്തിലുള്ള ഇഴജന്തുക്കളുടെ ഷെറിൽ നിന്ന്, തിന്മയിൽ നിന്ന്, അവയുടെ കടിയേൽക്കാതിരിക്കാനും ഉപദ്രവങ്ങളില്ലാതിരിക്കാനുമൊക്കെ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. ഇസ്ലാമികമായി മനുഷ്യൻ നിത്യജീവിതത്തിൽ അവൻ ദിക്റുകൾ അവനുള്ള കാവലുകളാണ്. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകളും അവനെ സ്മരിക്കലുമാണല്ലോ ദിക്റുകളുടെയും ദുആയുടെയും പൊരുളും അതിൻ്റെ കാതലും. അതുകൊണ്ട് തന്നെ പ്രഭാതത്തിൽ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനകളും പ്രദോഷത്തിൽ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനകളും അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിർവഹിക്കേണ്ട പ്രാർത്ഥനകളും അടക്കം നൂറുകണക്കിന് ദുആ ദിക്റുകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് വിശ്വാസികളുടെ കാവൽ. ഭൗതികമായിട്ട് അവൻ സ്വീകരിക്കേണ്ടുന്ന സുരക്ഷാ ക്രമങ്ങൾക്ക് പുറമെ അള്ളാഹുവിനോട് നിരന്തരമായി ദിക്റുകളിലൂടെയും ദുആകളിലൂടെയും അവൻ കാവൽ തേടുകയും രക്ഷ തേടുകയുമാണ് ഇത്തരത്തിലുള്ള എല്ലാ ഷർറുകളിൽ നിന്നും ഒരു വിശ്വാസിക്ക് മോചനം നേടുവാനുള്ള ഏക മാർഗം. എന്നാൽ പലപ്പോഴും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ബിസ്മി ചൊല്ലണം. പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് കാവലാണത്. അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ബിസ്മില്ല ചൊല്ലി അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ടാണ് നമ്മൾ പുറത്തിറങ്ങേണ്ടത്. എല്ലാവിധത്തിലുള്ള ഷെറുകളിൽ നിന്നുമുള്ള കാവലാണത്. എന്നാൽ അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ വീട് താമസവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതേപോലെയുള്ള മനുഷ്യ ജീവിതത്തിലെ പല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇന്ന് മുസ്ലിയാക്കന്മാർ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് രക്ഷ നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരുന്ന അവനോടുള്ള പ്രാർത്ഥനയും ദിക്റുകളുമൊന്നുമല്ല, അതിലപ്പുറം വേറെ ചിലതാണ് എന്ന് ധരിപ്പിക്കുന്ന വിധത്തിലാണ്. നോക്കൂ നിങ്ങൾ, ഭവനദോഷം എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയ ഇസ്ലാമിക വാസ്തുശാസ്ത്രം, അങ്ങനെ ഒരു വാസ്തുശാസ്ത്രം തന്നെ ഇല്ല, അങ്ങനെ ഒരു വാസ്തുവിന് ഇസ്ലാമിന്റെ പേരിട്ടുകൊണ്ട് പുസ്തകം ഇറക്കിയ ഒരു തങ്ങളുണ്ട്. അയാള് പറയുകയാണ് അയാളുടെ പുസ്തകത്തിൽ എന്ത്, വീടിന്റെ പരിസരത്തൊക്കെ ഉള്ള പാമ്പുകളെ കുറിച്ച് പറയണം. അവിടെ അയാൾ പ്രത്യേകം എടുത്ത് പറയാണ്, സർപ്പങ്ങളെ കണ്ട് പേടിച്ചവരാണെങ്കിൽ, ഇനി ശ്രദ്ധിക്കുക, സർപ്പങ്ങളെ കണ്ട് പേടിച്ചവരാണെങ്കിൽ റിഫായി ശൈഖിന്റെയും അവരുടെ മുരീദന്മാരായ ശൈഖന്മാരുടെയും പേരിൽ 7 യാസീൻ വീതം 41 ദിവസം തുടരെ ഓതിയാൽ ശല്യവും പേടിയും നീങ്ങിപ്പോകും. കണ്ടോ, പാമ്പിന്റെ ശല്യം, പാമ്പിനെ കൊണ്ടുള്ള ഉപദ്രവം പറമ്പിലൊക്കെ ഒഴിവായി കിട്ടാൻ എന്താ വേണ്ടത്? റിഫായി ശൈഖ്. അപ്പൊ കണ്ടോ, ഇവർക്ക് ഓരോന്നിനും ഓരോ സ്പെഷ്യലിസ്റ്റുകളാണ്. പാമ്പിൽ നിന്ന് നമുക്ക് സുരക്ഷ നൽകുന്നത്, സർപ്പദോഷങ്ങളിൽ നമുക്ക് കാവൽ നൽകുന്നത് ആരാ? അള്ളയല്ല, പിന്നെ ആരാണ്? അതിന് അല്ലാഹു തആല സ്പെഷ്യലായിട്ടൊരു ശൈഖിനെ അവിടെ നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു ഔലിയാനെ. അതിന്റെ കൃത്യമായ നിയന്ത്രണമൊക്കെ മൂപ്പരിക്കാ കൊടുത്തിട്ടുള്ളത്. അതാരാ? ഹിജറ 500-ലൊക്കെ ജീവിച്ചിട്ടുള്ള മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ഒക്കെ സമകാലികൻ തന്നെയായിരുന്ന ആര്? റിഫായി ശൈഖ്, അഹ്മദുൽ കബീർ റിഫായി. അപ്പൊ റിഫായി ശൈഖാണല്ലോ പാമ്പിൽ നിന്നൊക്കെ കാവൽ നൽകുന്നത്. കാരണം എന്താണ്? റിഫായി ശൈഖിന്റെ പേരിലുള്ള മാലപ്പാട്ടിലൊക്കെ കാണാൻ സാധിക്കും, എൻ്റെ മുരീദേ പേരും പാമ്പ് തീണ്ടൂകിൽ എന്നും വിഷമില്ല എന്ന് പറഞ്ഞോവർ. എൻ്റെ മുരീദിനെ ഏത് വലിയ പാമ്പ് തീണ്ടിയാലും വിഷം ഉണ്ടാവില്ലാന്ന് പിന്നെ റിഫായി ശൈഖ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ റിഫായി ശൈഖാണ് ഇപ്പൊ പാമ്പിൻ്റെതിൽ നിന്ന് കാവൽ നേടാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുക്കപ്പെടുന്നത്. നിങ്ങൾ നോക്കൂ, എന്നിട്ട് പറയണം, അപ്പൊ ആ റിഫായി ശൈഖിന്റെ പേരിൽ എന്ത് ചെയ്യണം? റിഫായി ശൈഖിനെ തൃപ്തിപ്പെടുത്തുക. റിഫായി ശൈഖ് നമ്മളാണ് തൃപ്തിപ്പെടണം, നല്ല മൂപ്പര് അള്ളാഹിനോട് പറയുള്ളൂ. അപ്പൊ റിഫായി ശൈഖിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യണം? അല്ലെങ്കിൽ റിഫായി ശൈഖിന്റെ പേരിൽ മാത്രമല്ല, റിഫായി തരീഖത്തിലെ മുരീദന്മാരായ മറ്റ് ശൈഖന്മാരുടെ ഒക്കെ പേരിൽ 7 യാസീൻ, 7 യാസീൻ വീതം 41 ദിവസം തുടർച്ചയായിട്ട് ഓതണം. എന്നാ പിന്നെ പാമ്പിന്റെ ശല്യവും പേടിയൊക്കെ നീങ്ങിപ്പോകും. ഇനി റിഫായി ശൈഖിന്റെ പേരിൽ ആഴ്ചയിലോ മാസത്തിലോ മൗലിദ് പാരായണം ചെയ്ത് ഓരോ യാസീനോരി ദുആ ചെയ്യുകയാണെങ്കിലും ഇത്തരം ശല്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതാണ്. റിഫായി ശൈഖിന്റെ പേരിൽ റിഫായി മൗലിദ് ഓതുക. റിഫായി മൗലിദിലെ അബദ്ധങ്ങളൊക്കെ പറയാനെന്നാ തീരൂല. അപ്പൊ അങ്ങനെ റിഫായി മൗലിദ് എന്ന് പറഞ്ഞിട്ട് മൗലിദ് ഓതുക, എന്നിട്ട് യാസീൻ ഓതിയിട്ട് എന്ത് ചെയ്യുക? പിന്നെ ദുആ ചെയ്യുക. എന്നാല്
മാറും. അതേപോലെ തന്നെ നിത്യം ഹദ്ദാദ് ചൊല്ലുന്ന വീട്ടിലും ബദരിയ്യത്ത് ചൊല്ലുന്ന വീട്ടിൽ താമസിക്കുന്നവരെയും ഒരു വസ്തുവും ഉപദ്രവിക്കാറില്ല. പിന്നെ പറയാണ് 4 തകിട് എടുത്തു. ഇനി അടുത്ത പരിപാടി നോക്കൂ നിങ്ങൾ, അടുത്ത പരിഹാര മാർഗം 4 തകിട് എടുത്ത്. തകിട് എന്ന് പറഞ്ഞാൽ ചെമ്പിന്റെ ഒക്കെ ഉള്ള തകിട് ഉണ്ടല്ലോ, ഇങ്ങനെ വാങ്ങാൻ കിട്ടുമല്ലോ, ഈ മന്ത്രവാദികളുടെ കയ്യിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ 4 തകിട് എടുത്ത് ഓരോന്നിലും നടുവിൽ ഒരു ചതുരൻ കള്ളി വരച്ച് അതിൽ കോണോട് കോണ് ആദം ഹവ്വ എന്ന് എഴുതി ഈ ചതുരൻ കളത്തിന്റെ പുറത്ത് അഊദു ബികലിമാതില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് അറബിയിൽ ഒറ്റ ഹർഫിൽ എന്ന് പറഞ്ഞാൽ കൂട്ടി എഴുതാതെ പിന്നാണ് എഴുതണമായിരി ഒറ്റ ഹർഫിൽ എഴുതി അതുപ്രകാരം 4 തകിടിലും എഴുതി ചുരുട്ടി സർപ്പശല്യമുള്ള പറമ്പിന്റെ 4 മൂലയിൽ കുഴിച്ചിട്ടാലും സർപ്പശല്യം ഉണ്ടാവില്ല. കൂടാതെ ബദരിയ്യത്തിന്റെ അസ്മാവുകൾ എഴുതി വെച്ച വീടുകളിലും സർപ്പശല്യം ഉണ്ടാവാറില്ല. ഇതാണ് ഈ തങ്ങള് പരിഹാരമായിട്ട് പറയുന്നത്. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇപ്പോൾ ഹൈന്ദവരായ ആളുകൾക്ക് സർപ്പദോഷങ്ങൾ മാറാൻ ഒരുപാട് മന്ത്രങ്ങൾ, കുറേ കാര്യങ്ങൾ അവരുടെ മതത്തിലുണ്ട്. അതേപോലെ തന്നെ സർപ്പക്കാവുകളിലേക്ക് നേർച്ചയാക്കും. അത് നമ്മുടെ മാപ്പിളാരും ചെയ്യുന്നുണ്ട്. പാമ്പുകളെ കണ്ടാൽ പിന്നെ സർപ്പക്കാവിൽക്ക് കാണിക്ക കൊടുക്കുക. അതേപോലെ തന്നെ ചില കാഷായ വേഷധാരികളായ ചില സ്വാമിമാർ ഒരു താലത്തിൽ ഒരു പാമ്പിന്റെ ചെമ്പ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാമ്പിന്റെ രൂപം, അതിന്മേലിങ്ങനെ ഈ കർപ്പൂരമൊക്കെ കത്തിച്ചിട്ട് അതും കൊണ്ട് ഇങ്ങനെ വീട്ടിലേക്ക് വരും പേടിപ്പിച്ചുകൊണ്ട്. അതായത് ഇതിൽക്ക് പൈസ തന്നിട്ടില്ലെങ്കിൽ കാണിക്ക അർപ്പിച്ചിട്ടില്ലെങ്കിൽ പാമ്പിന്റെ ശല്യം പറമ്പൊന്നും വീട്ടിൽ നിന്നൊന്നും പോകില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മളെ മാപ്പിളാരും ഇതൊക്കെ അതിൽ വിശ്വസിച്ചുകൊണ്ട് വേഗം പേടിച്ചിട്ട് അതിൽക്കൊക്കെ പൈസ കൊടുക്കും. താനിച്ച ശിർക്കൻ ഇടപാടല്ലേ അത്. അപ്പൊ അള്ളാഹു അല്ലാത്തവരിൽ നിന്നുള്ള അഭൗതികമായ നിലക്കുള്ള ഒരു ദോഷബാധ സൂക്ഷിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇതിന് സമാനമായ നിലക്കാണ് ഇപ്പൊ ഇവിടെ മാപ്പിളാരും ചെയ്യുന്നത്. എന്ത് ഇങ്ങനെ സർപ്പത്തിന്റെ ദോഷം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടത്? റിഫായി ഷേഖിനാണ് വിളിക്കേണ്ടത്. അപ്പൊ റിഫായി ഷേഖിനെ പ്രീതിപ്പെടുത്തി മൂപ്പര പേരിൽ 41 യാസീൻ ഓതുക. അങ്ങനെ ആ വിധത്തിൽ അങ്ങനെയൊക്കെ പ്രവർത്തിച്ച് 7 യാസീൻ വീതം 41 ദിവസം വരെ 7 യാസീൻ വീതം 41 ദിവസം വരെ ഓതുക. അല്ലെങ്കിൽ റിഫായി മൗലിദ് ഓതുക. അല്ലെങ്കിൽ 4 തകിട് എടുത്തിട്ട് അതിൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള കള്ളിയൊക്കെ വരച്ചിട്ട് അതിൽ ആദം ഹവ്വ എന്നൊക്കെ എഴുതിയിട്ട് അതിന്റെ നടുക്ക് എന്ത് ചെയ്യുക? അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ. കണ്ടോ ഇബ്ലീസിന്റെ പരിപാടി കണ്ടോ? ഇബ്ലീസ് എപ്പോഴും വെറും തിന്മ മാത്രല്ല നന്മയും കൂടെ ചേർത്തിട്ട് കൂട്ടിക്കുഴക്കും. അപ്പോഴല്ലേ മാർക്കറ്റിംഗ് നടക്കുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ, ഇത് തകിടിലെ ചതുരക്കള്ളിയിൽ ആദം ഹവ്വ എന്ന് എഴുതിയിട്ട് അവിടെ പറയേണ്ട ദിക്റല്ല. അത് എഴുതിയിട്ട് തകിടിൽ ചുറ്റിയിട്ട് പുറത്ത് കുഴിച്ചിടേണ്ട ദിക്റല്ല. അതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് തികച്ചും ഇസ്ലാമികമല്ലാത്ത രീതിയാണ് ഇപ്പൊ ഈ സർപ്പദോഷത്തിനുള്ള പരിഹാരമായിട്ട് ഈ തങ്ങൾ ഇതിൽ പറയുന്നത്. ഇതൊക്കെ ഇപ്പൊ അഹ്ലു സുന്നത്ത് എന്ന് പറയുന്നത്. സഹോദരന്മാരെ, തനിച്ച ശിർക്കൻ വിശ്വാസമാണ്. ഈ രൂപത്തിലുള്ള സമ്പ്രദായങ്ങളിലൊന്നും ആരും പെട്ടുപോകരുത്. മറിച്ച് എന്താണ് യഥാർത്ഥത്തിലുള്ള പരിഹാരം? പാമ്പ് മാത്രമല്ല, തേള്, മറ്റുള്ള ഇഴജന്തുക്കള്, ഇനി മനുഷ്യരുടെ ഷെറ്, ജിന്നുകളുടെ ഷെറ്, പൈശാചികമായ ഷെറുകള്, മറ്റേതെങ്കിലും ജന്തുക്കളുടെ ഏതെങ്കിലും വിധത്തിലുള്ള ഷെറ്, ഒരു ഷെറും ഏൽക്കാതിരിക്കുവാൻ നമുക്കുള്ള കാവൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 ദുആകൾ പ്രത്യേകം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവും ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് 3 തവണ രാവിലെയും വൈകുന്നേരവും ഒരാൾ നിത്യമാക്കിയാൽ ഒരു വസ്തുവും അവനെ ഉപദ്രവിക്കുന്നതല്ല എന്ന് സഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരാൾ കയറി വരികയാണ്. ഒരു സ്വഹാബി വന്നിട്ട് പറയാണ്, അള്ളാഹുവിന്റെ റസൂലെ, എന്നെ ഇന്നലെ രാത്രി തേള് കുത്തുകയുണ്ടായല്ലോ, എന്താണ് ഇനി അതിന് പരിഹാരം? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ചോദിച്ചതെന്താണ്? നീ ഇന്നലെ വൈകുന്നേരമായപ്പോ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ എന്ന് നീ പറഞ്ഞിരുന്നുവെങ്കിൽ ലം തദുറക, നിനക്ക് ആ വിഷം തീണ്ടില്ലായിരുന്നു എന്നാണ്, നിനക്കൊരു ഉപദ്രവവും വരുത്തില്ലായിരുന്നു അത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. അതേപോലെ തന്നെ തിർമിദി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാൻ സാധിക്കും, ആരെങ്കിലും പ്രദോഷ സമയത്ത് 3 തവണ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ, എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ സമ്പൂർണമായ കലിമാത്തുകൾ മുഖേന ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്, മിൻ ശർരി മാ ഖലഖ,
അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഏതെല്ലാം വസ്തുക്കളുടെ ഏതൊക്കെ ഷെറുകളുണ്ടോ, ഏതൊക്കെ തിന്മകളുണ്ടോ, അതിൽ നിന്നെല്ലാം അള്ളാഹുവിന്റെ കലിമാത്തുകൾ മുൻനിർത്തിയിട്ട് അവൻ്റെതായ വചനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ അവനോട് കാവൽ തേടുന്നു എന്ന് പറഞ്ഞാൽ ലം യദുറഹു ഹുമത്തുൻ തിൽക്കൽ ലൈല, ആ രാത്രിയിൽ അവന് ഒരു നിലക്കുള്ള വിഷവും തീണ്ടുകയില്ല എന്നാണ്. വെറും പാമ്പ് മാത്രല്ല, അൽ ഹുമത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? ലദഖത്തു കുല്ലി ദീ സുമ്മിൻ കൽ അഖറബി വനഹവിഹാ, പാമ്പ്, തേള് പോലെയുള്ള ഏതൊക്കെ വിഷജീവികളുണ്ടോ ഒരു വിഷവും അവനെ തീണ്ടുകയില്ല എന്നാണ്. അതേപോലെ തന്നെ നമ്മളൊരു ഇടത്ത് തൽക്കാലം ഇറങ്ങുകയാണ്. അപ്പൊ നമ്മൾ മരുഭൂമിയിൽ പോയിട്ടിരിക്കും, ചിലപ്പോൾ ആളുകൾ കുടുംബത്തെയും കൊണ്ടോ അല്ലാതെയോ ഒക്കെ മരുഭൂമികളിൽ പോയിട്ടിരിക്കാറുണ്ട്. അവിടെയൊക്കെ നമ്മുടെ ഗൾഫിലും പോലും ഇവിടെ തേളുകളും പാമ്പുകളും ഒക്കെ ഉള്ളതാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ, നാട്ടിലാവട്ടെ ഇവിടെയാകട്ടെ എവിടെയാവട്ടെ, ഒരു സ്ഥലത്ത് ഇറങ്ങി കുറച്ചു നേരം നമ്മൾ അവിടെ റെസ്റ്റ് എടുക്കുക താമസിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? ആരെങ്കിലും ഒരിടത്ത് ഇറങ്ങിയാൽ, ഒരു താമസ സ്ഥലത്ത് അല്പനേരം ഇറങ്ങി താമസിച്ചാൽ, എന്നിട്ട് അവൻ അഊദു ബി കലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന് അവൻ ദൃഢമായി മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞാൽ ലം യദുറഹു ശൈഉൻ, യാതൊരു വസ്തുവും അവനെ ഉപദ്രവിക്കുന്നതല്ല, ഹത്താ യർതഹില മിൻ മൻസിലിഹി ദാലിക, ആ സ്ഥലത്ത് നിന്ന് അവൻ യാത്രയാകുന്നതുവരെ ഒരു ഉപദ്രവവും അവൻ ഏൽക്കുന്നതല്ല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ. ഇതൊക്കെയാണ് ഇസ്ലാം പഠിപ്പിച്ച പരിഹാരങ്ങൾ. ഈ രണ്ട് ദിക്റുകളുടെയും ദുആകളുടെയും ആശയതലങ്ങളിലേക്ക് ഞാൻ മുതിരുന്നില്ലാതെ നമുക്ക് മറ്റൊരു സമയത്ത് പറയാം. അതിൻ്റെയൊക്കെ അർത്ഥങ്ങളും ആശയങ്ങളും ഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഈ ദുആകളും ദിക്റുകളും പതിവാക്കുകയാണ് വേണ്ടത്. എന്നാൽ ആ സ്ഥാനത്ത് ഇത്തരം ആളുകൾ കബളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. വാസ്തവത്തിൽ റിഫായി ശൈഖിനെ ഇങ്ങനെ നമുക്ക് പാമ്പിന്റെ ഷെറിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോളൂ എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന് ഇവരുടെ അഭിപ്രായ പ്രകാരം വരാൻ പോണ റിഫായി ശൈഖിനെ കുറിച്ചൊക്കെ അറിയാലോ. ഞാൻ നിങ്ങൾക്ക് കാവലേർപ്പെടുത്തിയിട്ടുള്ളത് റിഫായിയെയാണ്. അല്ലെങ്കിൽ അള്ളാന്റെ റസൂലോ സഹാബത്തോ ഒക്കെ, സഹാബത്ത് നബിയെ കൊണ്ടായിരുന്നുവോ, നബിയുടെ പേരിൽ ഇങ്ങനെ എന്തെങ്കിലും നേർച്ചയാക്കിയിട്ടായിരുന്നോ, മുൻഗാമികളായ പ്രവാചകന്മാരുടെ പേരിൽ നേർച്ചയാക്കിയിട്ടോ അവർക്ക് വേണ്ടി ഫാത്തിഹ യാസീൻ ഓതിയിട്ടായിരുന്നോ ഇവരൊക്കെ സർപ്പദോഷങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ശ്രമിച്ചിരുന്നത്? അപ്പൊ തികച്ചും നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ഇത്തരത്തിലുള്ള തങ്ങന്മാർ, അഹ്ലുബൈത്തുകാരാണെന്ന് അവകാശപ്പെടുന്ന ഇത്തരത്തിലുള്ള ഈ വ്യാജന്മാരെ നമ്മൾ സൂക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച് തന്നിട്ടുള്ള മാർഗം ഏതാണോ അത് മാത്രം പിൻപറ്റിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അതിലപ്പുറം മറ്റുള്ള ശൈഖുമാരുടെ കാവലുണ്ടാകും. നമ്മുടെയൊക്കെ നാടുകളിൽ കോഴിയെ വളർത്തുന്ന കോഴിക്കൂടുകൾ പണ്ട് എല്ലാ വീടുകളിലും സുലഭമായിരുന്നു. അങ്ങനെ കോഴി വളർത്തുന്ന വീടുകളിൽ കോഴിക്കൂട്ടിൽ പാമ്പ് കയറും. പാമ്പ് കയറിയിട്ട് കോഴികളെയൊക്കെ പിടിച്ചു കൊല്ലും. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെയൊക്കെ നാടുകളിൽ ഇനി കടിക്കാത്ത മറ്റു കോഴികൾക്കെങ്കിലും രക്ഷ കിട്ടുവാൻ വേണ്ടി എന്ത് ചെയ്യും? റിഫായി ഷെയ്ഖിന്റെ പേരിൽ കൂട്ടത്തിൽ ഒരു കോഴിയെ അതിന്റെ തൂവലൊക്കെ ചെത്തി മിനിക്ക് റെഡിയാക്കിയിട്ട് എന്തു ചെയ്യും? റിഫായി ഷെയ്ഖിന്റെ പേരിൽ ഉഴിഞ്ഞിടുക എന്നാ പറയാ. അങ്ങനെ നേർച്ചയാക്കും. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞാൽ പിന്നെ ഈ കോഴിയെ അറുത്തിട്ട് റിഫായി ഷെയ്ഖിന്റെ പേരിൽ ഒരു മൗലിദൊക്കെ ചൊല്ലിയിട്ട് ആളുകൾ അത് ശാപ്പാ അടിക്കും. അപ്പോ റിഫായി കോഴി എന്ന് പറയുന്ന ഒരു കോഴി കൂട്ടിലുള്ളിടത്തോളം ഇനി ആ കൂട്ടിക്ക് പാമ്പിന്റെ ശല്യം ഉണ്ടാവില്ല എന്നായിരുന്നു പ്രദേശവാസികളുടെ വിശ്വാസം. ഇന്നും ആ വിശ്വാസക്കാര് സമൂഹത്തിൽ ഉണ്ട് എന്നല്ലേ ഈ പറയുന്നതിന്റെ താല്പര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ശിർക്കൻ വിശ്വാസങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ലാത്ത വിശ്വാസങ്ങൾ, പുത്തൻ വിശ്വാസങ്ങൾ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള തങ്ങന്മാരെന്ന് പറയുന്ന ആളുകൾ അവരവകാശപ്പെടുന്നു ഞങ്ങളാണ് ഒറിജിനൽ യഥാർത്ഥത്തിലുള്ള സുന്നത്ത് ജമാഅത്ത്. ഇതൊന്നും പാടില്ല. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദുആ ദിക്റുകളിലേക്ക് മടങ്ങൂ, അതിലാണ് സുരക്ഷ എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മെ നോക്കിയിട്ട് നിങ്ങൾ പുത്തൻവാദികളാണെന്ന് ഇവർ ആക്രോശിക്കുകയും പരിഹസിക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, നമ്മൾ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുക, ഇത്തരത്തിലുള്ള വ്യാജ പാഠങ്ങൾ സമൂഹത്തിന് പകർന്നു നൽകുന്നവരെ നമ്മൾ പടിക്ക് പുറത്തു മാറ്റി നിർത്തണം. ഇത് ഗൗരവത്തോടെ മനസ്സിലാക്കി സത്യത്തിന്റെ യഥാർത്ഥമായ പ്രമാണങ്ങളിലുള്ളവയെ പിൻപറ്റിക്കൊണ്ട് സർവ്വ ഷെറുകളിൽ നിന്നും അള്ളാഹുവിൽ നിന്ന് നമ്മൾ അഭയം പ്രതീക്ഷിക്കുക, അവനോട് മാത്രം കാവൽ തേടുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ബറക്കാത്തുകളും അവൻ നമ്മിൽ സദാ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ.